എന്നും വിടർന്നുല്ലസിക്കുന്ന പൂക്കളല്ലേ കാണുന്നത്. ഇന്ന് കുറച്ച് കൊഴിയാറായ പൂക്കളെ കണ്ട് നമുക്ക് വീഡിയോയിൽ തുടങ്ങിയാലോ. ദേ ഇത് നമ്മുടെ എന്താ പറയുക ക്രീപ്പോജാക്കിയാണ് കേട്ടോ. പൂക്കളെല്ലാം കൊഴിയാറായി ഒരു 3-4 ആഴ്ചയായിട്ട് നന്നായിട്ട് വിരിഞ്ഞ് നിൽക്കുമായിരുന്നു. ദേ ഇതൊക്കെ ഇപ്പോഴിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന പൂക്കളാണ്. ഒത്തിരിയും പൂക്കൾ കഴിഞ്ഞതിൻ്റെ അങ്ങേ ആഴ്ചയാണെന്ന് തോന്നുന്നു. ഒത്തിരിയും പൂക്കളായിരുന്നു റോസിൽ നിറച്ച്. അതെല്ലാം തന്നെ ഏതാണ്ട് കൊഴിയുന്ന സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ ഇപ്പോഴും കൊഴിയാതെ നിൽക്കുന്നത് നമ്മുടെ സമ്മർ സ്നോ വൈറ്റ് തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളി നല്ല സ്റ്റൈലൻ പൂക്കളായിട്ട് ഇപ്പോഴും അത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതേ ഇതും അത്യാവശ്യം കുറേ ഭാഗമൊക്കെ കൊഴിഞ്ഞു, കുറേ ഭാഗമൊന്നും കൊഴിഞ്ഞിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. പുതിയ മുട്ടുകളും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. കണ്ടോ ഈ ഒരു പോർഷനിൽ കുറേയൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, നിങ്ങളൊക്കെ മേടിച്ച റോസൊക്കെ എങ്ങനെ ഇരിക്കുന്നു? നല്ല അടിപൊളിയായിട്ട് വളരുന്നുണ്ടോ? അതിൻ്റെ പൂക്കളൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. ഇത് നല്ല രസമായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് ഈ നാടൻ വെറൈറ്റി റോസുകൾ എന്ന് പറയുന്നത്. നാടൻ റോസും നാടൻ ബഡ്ഡിങ് റോസും ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഒത്തിരി പേരുടെ പരാതിയാണ് നമ്മൾ ഗാർഡനിലൊക്കെ പോയി നോർമലി മേടിക്കുമ്പോൾ കൊണ്ടുവെക്കുന്ന റോസുകളെല്ലാം ഒരു റോസപ്പൂ, 2 റോസപ്പൂ, 3 റോസപ്പൂ പിടിച്ചിട്ട് അങ്ങ് ഉണങ്ങിപ്പോകുന്നു, പിന്നെ പിടിക്കുന്നില്ല എന്നുള്ളത്. പക്ഷേ ഇത്തരം റോസുകളൊക്കെ നല്ല ബ്രാഞ്ച് വീശി നിറച്ച് പൂക്കളും തന്ന് പിടിക്കുന്നതാണ്. അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം. എന്താണെന്നറിയാമോ, നല്ല പോട്ടിംഗ് മിക്സിലായിരിക്കണം വെക്കേണ്ടത്. കൃത്യമായ ഇടവേളകളിൽ വളം കൊടുക്കണം. നമ്മൾ കൊടുക്കുന്നത് DAP ആണ് കേട്ടോ. എല്ലാ 15 ദിവസം കൂടുമ്പോഴും കൃത്യമായിട്ടും DAP ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അടിപൊളിയായിട്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നല്ല വെയിലും ഉള്ള സ്ഥലത്താണെങ്കിൽ റോസാപ്പൂക്കളൊക്കെ ഇതുപോലെ നിറച്ച് പിടിക്കും. പിന്നെ നമ്മൾ ബോഗൺ വില്ലാസ് കണ്ടോ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ ഇന്ന് വിരിഞ്ഞ പൂക്കളിലൊന്നാണ് നമ്മുടെ ടെക്കോമ മിക്സഡ് കളർ. ബോഗൺ വില്ലാസിൻ്റെ കുറച്ച് വെറൈറ്റി ഇപ്പോൾ പൂ നിൽക്കുന്ന കുറച്ച് വെറൈറ്റി ഞാനൊന്ന് കാണിച്ചു തരാം. ബോഗൺ വില്ലാസൊക്കെ നമ്മൾ പ്ലാന്റ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. കുറേ വെറൈറ്റീസ് നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. മാവിൻ്റെ തൈകളൊക്കെ പൂത്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പൂത്ത മാവിൻ്റെ തൈകൾ, പൂത്തു തുടങ്ങിയ മാവുകൾ നമുക്കിപ്പോൾ വിൽപ്പനയ്ക്കുണ്ട്. അതുപോലെ ബൊഗൈൻ വില്ല നല്ല ചന്തത്തിൽ നിൽക്കുകയാണല്ലേ. നല്ല കളർഫുൾ ഇലകളൊക്കെ ആയിട്ടുള്ള ബോഗൺ വില്ല. ഈ ബോഗൺ വില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഈ ബോഗൺ വില്ലയുടെ പേരെനിക്കറിയില്ല കേട്ടോ. ശരിക്കും ബോഗൈൻ വില്ലാസിനെ കുറിച്ച് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമ്മളുടെ ഒരു ഏരിയ എപ്പോഴും റോസുകളായിരുന്നല്ലോ. റോസുകളോടുള്ള പ്രണയം റോസ് കളക്ഷനിലേക്ക് തിരികെയായിരുന്നു. പക്ഷേ ഇപ്പം ബോഗൺ വില്ലയെ നമ്മൾ പ്രണയിച്ച് തുടങ്ങുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. അപ്പോൾ ബോഗൺ വില്ലയുടെ കളക്ഷൻസൊക്കെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അടിപൊളി ബോഗൺ വില്ലാസാണ്. കണ്ടില്ലേ എന്താ രസമെന്ന് നോക്കിക്കേ. അപ്പം കിടിലം പ്ലാന്റ്സ് ആണ് കേട്ടോ. കിടിലം പൂക്കളാണിത്. ഇതിനൊക്കെ ഓരോ പേരുകളുണ്ട് കേട്ടോ. ആ പേരുകൾ എന്താണെന്നുള്ളതൊക്കെ ഞാനിനി അടുത്ത മാസമൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ഇത് ഏതാ പൂവെന്ന് മനസ്സിലായോ? ഇത് നമ്മുടെ പേര് മറന്നുപോയി കേട്ടോ. നാവിൻ്റെ തുമ്പിലുണ്ടായിരുന്നു, മറന്നുപോയി. ഇത് നമ്മുടെ കൊക്കലോസ്പെർമമാണ്. കൊക്കലോസ്പെർമത്തിൻ്റെ നിറച്ച് മൊട്ടുകൾ വന്നിട്ടുണ്ട്. പൂക്കളും ആയിരുന്നു കേട്ടോ. പൊഴിഞ്ഞു പോയതാണ്. ഇപ്പം നിറച്ച് മൊട്ടുകൾ നിൽക്കുന്നുണ്ട്. ഇതാണ് കൊക്കലോസ്പെർമത്തിൻ്റെ പൂവ്. കണ്ടോ നല്ല രസമായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നതാണ്. വിരിഞ്ഞ് താഴെ വീണാലും കുറേ ദിവസം ഇത് കിടക്കുന്ന പൂക്കളാണ് കേട്ടോ. പിന്നെയുള്ളത് അടുത്തൊരു വെറൈറ്റി ബോഗൺ വില്ലാസിൻ്റെ കുറേ കളക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം സെറ്റാക്കി വരുന്നുണ്ട്. ഒരു 2-3 മാസം കഴിയുമ്പോഴത്തേക്കൊക്കെ അടിപൊളി ബോഗൺ വില്ലാസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ അടുത്തത് വന്നിട്ട് നമുക്ക് എന്ത് പ്ലാന്റാണെന്നറിയോ? ഇത് നമ്മുടെ നാടൻ റോസുകളാണ് കേട്ടോ. അടിപൊളി വെറൈറ്റി നാടൻ റോസുകൾ ഇപ്പോൾ നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട്. ചെറിയ പോട്ടിലുള്ളതും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റെങ്കൂൺ ക്രീപ്പർ ഡബിൾ പെറ്റൽ അല്ലെങ്കിൽ മധുമാലതിയും നമ്മൾ പെട്ടെന്ന് പൂത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഈ ഔട്ട്ലെറ്റ് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇപ്പോൾ ഏതാണ്ട് 2 മാസം ആവുന്നതേ ഉള്ളൂ. 2 മാസത്തിനുള്ളിൽ തന്നെ നന്നായിട്ട് ഇത് പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ അടിപൊളി നല്ല സുന്ദരിയായിട്ട് വിരിഞ്ഞ് നിൽക്കുകയാണ്. അതുമാത്രമല്ല കേട്ടോ, ഇതിൻ്റെ അടുത്തുള്ള മണം നിങ്ങൾ വൈകുന്നേരങ്ങളിലൊക്കെയാണ് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ സന്ധ്യ സമയത്ത് ഇതിൻ്റെ അടുത്തോട്ടൊന്ന് പോയി നോക്കണം കേട്ടോ. ഈ പൂക്കൾ വിരിയുന്ന സമയത്ത് എന്താ സുഗന്ധമെന്നറിയോ? ഒരു രക്ഷയില്ലാത്ത സുഗന്ധമാണ്. അടിപൊളി സുഗന്ധമാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? നമ്മുടെ പാക്കിംഗ് ഒക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം എന്താണെന്നറിയോ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് കട്ടായി പോയിട്ടുണ്ടായിരുന്നു. നമുക്കതിലെ മെസ്സേജുകളൊന്നും നോക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ചയ്ക്ക് മുന്നെയാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. കറക്റ്റ് പറഞ്ഞാൽ 20-ാം തീയതിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിനുശേഷം വന്ന ഒരുപാട് പേരുടെ കയ്യിലുണ്ടായിരുന്നത് ആ നമ്പറായിരുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് പിന്നെ മെസ്സേജ് അയക്കുമ്പോൾ അതിൽ മെസ്സേജ് പോയതായിട്ട് കാണിക്കും, റീഡ് ചെയ്തതായിട്ട് കാണിക്കണില്ല. അപ്പോൾ ഒത്തിരി പേര് കംപ്ലൈൻറ്റ് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പല പ്രാവശ്യം നമ്മുടെ ഭാഗത്തുനിന്ന് വീഡിയോസിലൂടെയും
അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ നമ്പർ മാറിയിട്ടുണ്ട്, പുതിയ നമ്പറാണെന്നുള്ളത്. അപ്പോൾ കുറേ പേരൊക്കെ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ട്, പുതിയ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. എന്നാൽ കുറേ പേരും ആ വീഡിയോസ് ഒന്നും കാണുന്നില്ല എന്നുള്ളതാണ്, പുതിയ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുന്നില്ല. പക്ഷേ കമൻറ്റ് ബോക്സിലൊക്കെ ഇങ്ങനെ കമൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്, മെസ്സേജ് അയച്ചിട്ട് നോക്കുന്നില്ല, റിപ്ലൈ ഇല്ല. പലയിടത്തും നമ്മൾ പോയി റിപ്ലൈ കൊടുക്കുന്നുണ്ട്, വീഡിയോസ് ഇടുന്നുണ്ട്. എന്തുകൊണ്ടാണ് പുതിയ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. നമ്മളുടെ ഭാഗത്തുനിന്ന് മാക്സിമം നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുന്നുണ്ട്. പിന്നെ ഇനിയും ഒരു ഓപ്ഷൻ കൂടിയിട്ടുണ്ട്. കാര്യം നമ്മുടെ കൊറിയർ അയക്കുക എന്നുള്ളത് 10 to 15 വർക്കിംഗ് ഡേയ്സ് ആണ് നോർമൽ പ്ലാൻസിന് നമ്മൾ പറയുന്നത്. പിന്നെ കോംബോ ഓഫറൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, 99 രൂപയുടെ പ്ലാന്റ്, 299 രൂപയുടെ ക്രിസാന്തിമം, ഇതൊക്കെ കൊടുക്കുമ്പോൾ ബൾക്ക് ഓർഡേഴ്സാണ് വരിക, ഒരുപാട് ഓർഡറുകൾ വരും. അപ്പോൾ നമുക്ക് അത്രയും ഈ ഒരു 15 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ അയച്ചു തീർക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കോംബോ ഓഫറുകൾ ഓർഡർ ചെയ്യുന്നവരോട് നമ്മൾ പ്രത്യേകം പറയുന്നത് സമയം എടുക്കും ചിലപ്പോൾ, കാര്യം ഓർഡറിൻ്റെ ആധിക്യം അനുസരിച്ച് സമയം എടുക്കും എന്നുള്ളത്. അപ്പോൾ അത് അങ്ങനെയുള്ളവർ വെയിറ്റ് ചെയ്തിരിക്കുക. ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്യാൻ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അത് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. ഓർഡറിന് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്കോ നിങ്ങൾ വാട്സപ്പ് ഓർഡർ ആണെന്നുണ്ടെങ്കിൽ പുതിയ വാട്സപ്പ് നമ്പറിലേക്കോ, വെബ്സൈറ്റ് ഓർഡർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൽ ഐ ഡിയിലേക്കോ ഒരു ക്യാൻസലേഷൻ റിക്വസ്റ്റ് കൊടുത്താൽ മതിയാവും, നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്ത് തരുന്നുണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ കൊറിയർ കളക്ട് ചെയ്യുക, പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ അയച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിലാണ് നിങ്ങളുടെ ട്രാക്കിംഗ് നമ്പർ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് മെസ്സേജ് ആയിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ കൊറിയർ കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താ വെച്ചാൽ കേരളത്തിനുള്ളിൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കൊറിയർ കളക്ട് ചെയ്യാൻ പറ്റും. ലേറ്റ് ആകരുത്. ഒന്നാമത് ചൂടുകാലം കൂടിയിട്ടാണ് കേട്ടോ. ചെടികളാണ്, പ്രത്യേകിച്ച് റോസ് പോലുള്ള പ്ലാന്റുകളൊക്കെയാണ്. അപ്പോൾ ഒരുപാട് ദിവസം അത് കൊറിയറിനുള്ളിൽ സർവൈവ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കളക്ട് ചെയ്യേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്യുക. അതിനൊട്ടും ഡിലേ വരുത്തരുത് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഒത്തിരി പേര് കുറേ ദിവസം കഴിഞ്ഞ് കളക്ട് ചെയ്തിട്ട് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്, ചെടികളെല്ലാം കരിഞ്ഞു പോയി. ചെടികൾ ഒരുപാട് ദിവസം കൊറിയറിൽ ഇരിക്കുന്നതല്ല. അത് മനസ്സിലാക്കി മാത്രം ഓൺലൈൻ ഓർഡറുകൾ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാത്തവരൊക്കെ ഡയറക്റ്റ് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഡയറക്റ്റ് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് വന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും. ആ ബെൽ ബട്ടൺ കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇത് ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ നിങ്ങൾ ഈ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. പുതിയ വീഡിയോ അപ്ഡേഷൻസും പുതിയ ചെടികളുടെ അപ്ഡേഷൻസും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. കുറേ പുതിയ വെറൈറ്റീസ് ഉടനെ വരാനായിട്ടുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. ചെടി പ്രേമികളെല്ലാം തന്നെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.